പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. ഒരു ഭക്തന് ലോകപ്രകാരം ആരും തുണയില്ലെങ്കിലും ദൈവം തുണയായി വരുമെന്ന് വചനം ഉറപ്പ് തരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഘട്ടങ്ങൾ വരുമ്പോൾ അറിയാം, ഇപ്പോൾ തുണയെന്ന് തോന്നുന്നവർ അപ്പോൾ ഉണ്ടാകുമോ എന്ന്. ചത്തുപിരിഞ്ഞാലും വിട്ടുപിരികയില്ല എന്ന് പറഞ്ഞവരും, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരും കൈവിട്ടു പോവുകയും ഓടിമറിയുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പലരും ഇന്ന് തുണയേക്കാൾ ഉപരി ഇണയെ തേടി പോകുന്നവരാണ്. ദൈവിക പദ്ധതിയിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കുടുംബ ബന്ധങ്ങളെ ചിതറിച്ചുകൊണ്ട് തുണകളായി ഇരിക്കേണ്ടുന്നവർ സാത്താൻ്റെ വൈരികളായി മാറിക്കൊണ്ട് ഓരോ ദിനവും ആയിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ക്രൂരമായി കൊല ചെയ്യുന്നു, കബളിപ്പിക്കുന്നു, വിശ്വസ്തതയില്ലാതെ ജീവിക്കുന്നു. ഒരു നല്ല തുണ തൻ്റെ പങ്കാളിയുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഉറ്റ തുണയായി നിൽക്കേണ്ടതാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ഭാര്യ തനിക്ക് ഒരു യഥാർത്ഥ തുണയായിരുന്നില്ലെന്ന് കാണാൻ കഴിയുന്നു. തൻ്റെ കഷ്ടതയിൽ അവൾ ഇയ്യോബിനെ മരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. കുടുംബ ബന്ധങ്ങളിൽ പലർക്കും ഇണകൾ ഉണ്ടെങ്കിലും പലർക്കും പങ്കാളിക്ക് നല്ല തുണയായി വരുന്നില്ല. അഥവാ അങ്ങനെ വന്നാൽ പോലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നുമില്ല. എന്നാൽ ദൈവം ഒരാൾക്ക് തുണയായി വന്നെങ്കിൽ മാത്രമേ തനിക്ക് പൂർണ്ണമായ ആശ്വാസവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. ദൈവം പലപ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് തുണയായി വന്നിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവരെ തുണയായി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യെരൂശലേം ദേവാലയം പണിയുവാൻ ശലോമോന് വേണ്ടി ഒരു ഹീരാമിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, സാരാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി ഒരു ഏലിയാവിനെ ദൈവം കരുതിയതുപോലെ, ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ കരുതിയതുപോലെ ദൈവം ചില സാഹചര്യങ്ങളിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. യേശുക്രിസ്തുവിൽ നിന്നും അത്ഭുത വിടുതൽ പ്രാപിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. ആയിരങ്ങളെ കർത്താവ് പോഷിപ്പിച്ചിട്ടുമുണ്ട്. തന്നോട് കൂടെ നടന്ന, താൻ വളർത്തി ഉയർത്തിയ ശിഷ്യന്മാരുമുണ്ട്. എന്നാൽ അവരിൽ ആരും കർത്താവിൻ്റെ കഷ്ടതയിൽ തന്നോടുകൂടെ നിന്നില്ല. വചനം പറയുന്നു, ഞാൻ നോക്കിയെങ്കിലും സഹായിക്കാൻ ആരുമില്ലായിരുന്നു. മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് കർത്താവ് മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നു. ക്രൂശിതനായ നമ്മുടെ കർത്താവിന് ആരും ഇല്ലെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമുക്ക് തുണയായി വരും. ആമേൻ. പലതവണ മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാവീദിൻ്റെ വാർദ്ധക്യകാലത്ത് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്രമാത്രം തന്നെ തുണച്ചിരുന്നു എന്ന് തൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ താൻ പറയുവാനിടയാകുന്നു. ഞാൻ ബലവാനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നാം ശരിയായ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നാം ശാരീരികമായി ക്ഷീണിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ ക്ഷീണങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണയായി വരും. ആമേൻ. പ്രിയ ദൈവവേദലേ, ദൈവം നമുക്ക് തുണയായിരിക്കുന്നത് പോലെ നാം മറ്റുള്ളവർക്കും എല്ലാവിധത്തിലും തുണയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ കഷ്ടതയിൽ തുണ നിന്നവരെക്കുറിച്ച് താൻ പ്രശംസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സാധുക്കളുടെ കഷ്ടതയിൽ നാം തുണയായി നിന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. ആകയാൽ നാം മറ്റുള്ളവർക്ക് തുണയായി തീരുവാൻ ഇടയാകണം.
അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം അടുത്ത തുണയായി ഉണ്ടെന്ന് അറിയുന്നവർ ലോകത്തിൽ ആശ്രയിക്കുവാൻ പാടുള്ളതല്ല. അഥവാ നാം മനുഷ്യരിൽ ആശ്രയിച്ചാൽ അത് നമുക്ക് ലജ്ജയായി തീരും. എസ്രാ ശാസ്ത്രി അതിന് നല്ലൊരു മാതൃക കൊള്ളുന്നവരായിരുന്നു. താൻ മനുഷ്യരിൽ ആശ്രയിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് ദൈവം തുണയായി വരും. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തുണയില്ലാതെ ഒരിക്കലും പോവുകയില്ല. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും ദൈവമാണ് നമ്മുടെ ശരിയായ തുണ എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. ആകയാൽ ഈ പ്രഭാതം നാം വെറും തുണകളെ മാത്രം തേടുകയോ ഇണകളായി ഇരിക്കുകയോ മാത്രം ചെയ്യാതെ നല്ല തുണകളായി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഈ പ്രഭാതം ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതം ആയിരിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ എല്ലാ കർത്താവേ സ്തോത്രം, എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ലോകം സമാധാനമില്ലാതിരിക്കുമ്പോൾ, യുദ്ധ ഭീഷണികളിൽ കർത്താവേ സ്തോത്രം, അനേക ദേശങ്ങൾ ഭയത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, എത്രയോ കുടുംബങ്ങൾ വിലാപങ്ങളിൽ ദുഃഖങ്ങളിൽ കർത്താവെ വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതവും ഞങ്ങൾക്ക് ഈ 3-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാതവും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പ്രഭാതവും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ പ്രത്യാശകൾക്കായി നന്ദി പറയും. അതേ കർത്താവെ, ഞങ്ങൾക്ക് നല്ല തുണയായി നിന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരനോടുകൂടി ഞങ്ങളും നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. കർത്താവെ, അങ്ങ് ഉപേക്ഷിക്കുന്ന ദൈവമല്ല, വിളിച്ചവൻ വിശ്വസ്തൻ, വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പ്രഭാതം എല്ലാ നിലകളിലും അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.